അങ്ങനെ മലയാളികൾ ഏറെ കാത്തിരുന്ന ആ ദിനം വന്നെത്തുകയാണ്. 2025 ഒക്ടോബർ 25 ഫുട്ബോൾ ഇതിഹാസം കേരളം മണ്ണിൽ കാലുകുത്തുകയാണ്. അതെ, ലയണൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് വരുന്നു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. സൗഹൃദ മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്നതടക്കം പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച ആരാധകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു കായിക മന്ത്രി. 7 ദിവസമാണ് മെസ്സി കേരളത്തിൽ ഉണ്ടാവുക. ആരാധകർക്കായി മെസ്സി 20 മിനിറ്റ് പൊതുവേദിയിൽ എത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ നവംബറിൽ സ്ഥിരീകരിച്ചിരുന്നു. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം പങ്കെടുക്കും എന്നും നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇതിനാവശ്യമായ ചെലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും സംസ്ഥാന വ്യാപാര വ്യവസായി സമിതിയും സംയുക്തമായി നിർവഹിക്കും. സൗഹൃദ മത്സരങ്ങൾക്ക് മുന്നോടിയായി അർജന്റീന ഫുട്ബോൾ ടീം പ്രതിനിധികൾ 1.5 മാസത്തിനകം കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം മത്സരവേദിയായി കൊച്ചിക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയം മത്സരത്തിന് പരിഗണിച്ചിരുന്നെങ്കിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. സൗഹൃദ മത്സരത്തിലെ എതിർ ടീം ആരെന്ന കാര്യവും സർക്കാർ പിന്നീട് തീരുമാനിക്കും. ഏഷ്യയിലെ കരുത്തരായ ടീമുകളെ തന്നെ മത്സരങ്ങൾക്ക് എത്തിക്കാനാണ് സാധ്യതയേറുന്നത്. അതേസമയം മലയാളി താരങ്ങൾക്ക് ടീമിൽ അവസരം ലഭിക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും കരുത്തരായ ഒരു എതിർ ടീമിനെ സെറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് സംഘാടകർ. മാത്രവുമല്ല, ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ കളിക്കാൻ എത്തുന്നത് ഇന്ത്യൻ ഫുട്ബോളിലും ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായി മാറുമെന്നതും സുനിശ്ചയമാണ്. അതും കേരളത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാര നിമിഷം കൂടിയാകും. കാരണം ഇതിഹാസത്തെ ഒന്ന് നേരിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം തന്നെ ആ ദിനം ഇതിഹാസത്തെ കാണാൻ വന്നെത്തുമെന്നതും നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന തിരക്കും ഊഹിക്കുന്നതിനും അപ്പുറമാകും. ഇത് തന്നെയായിരിക്കും സംഘാടകർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. അതേസമയം ഇത് 2ാം തവണയാണ് മെസ്സി ഇന്ത്യയിലേക്ക് കളിക്കാൻ എത്തുന്നത്. ഇതിനു മുൻപ് 2011 കൊൽക്കത്തയിൽ വെച്ച് നടന്ന അർജന്റീന വെനസ്വേല സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നു. മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും കേരള സന്ദർശനത്തിനായി ഭീമമായ തുകയാണ് ചെലവഴിക്കേണ്ടി വരിക. ഖത്തർ ലോകകപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന ടീം ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഭീമമായ ചെലവ് കണക്കിലെടുത്ത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ക്ഷണം നിരാകരിച്ചിരുന്നു. ഇതേ തുടർന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെടുകയായിരുന്നു. എന്തായാലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറുന്ന ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുമെന്നറിഞ്ഞതോടെ ആരാധകർ ആവേശത്തിലാണ്.